ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉമാ തോമസ് MLA വീണില്ലായിരുന്നെങ്കിലോ? സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് റെക്കോർഡ് നൃത്ത പരിപാടിയെക്കുറിച്ചുള്ള വാഴ്ത്തുകൾ കേൾക്കേണ്ടി വന്നേനെ. ഇത്തരം സുരക്ഷാ പിഴവുകൾ നാട്ടുനടപ്പായി അംഗീകരിച്ചേനെ. അതുകൊണ്ട് ഇതുപോലുള്ള ഇവന്റുകൾ ഉദാസീനമായി നടത്തിയതിന്റെ വെളിച്ചത്തിലാകണം ഈ വീഴ്ചയും. കുസാറ്റിൽ തിക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ പരിപാടിയും ഒന്നും ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഉമാ തോമസ് വീണ വേദിയിലിരുന്ന നാട് ഭരിക്കുന്ന മന്ത്രിമാർക്കോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനോ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ പ്രവർത്തകനോ മറ്റു ഉത്തരവാദിത്തപ്പെട്ടവർക്കോ ആ വേദിയുടെ അപകട സാധ്യതയെപ്പറ്റി ആകുലത തോന്നാതിരുന്നത് സുരക്ഷയെക്കുറിച്ചുള്ള കടുത്ത ഉദാസീന മനോഭാവത്തിന്റെ സാക്ഷ്യമാണ്. പരിപാടി നടത്തുമ്പോഴുള്ള സുരക്ഷാ പ്രോട്ടോകോൾ പോലെ പ്രധാനമാണ് അവിടെ അപകടം നടന്നാൽ അതിനിരയായവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴുള്ള ചിട്ടകൾ. നട്ടെല്ലിന് സംഭവിച്ച പരിക്ക് ഈ കൊണ്ടുപോകലിന്റെ അപാകത മൂലം കൂടുതൽ ഗുരുതരമാകാൻ പാടില്ലല്ലോ. ഇത്രയധികം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അതിനനുസരിച്ചുള്ള മെഡിക്കൽ ടീം ഉണ്ടായിരുന്നോ? എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ആംബുലൻസ് ഉണ്ടായിരുന്നോ? പരിശീലനമുള്ള ആളുകൾ ഉണ്ടായിരുന്നോ? മോക്ക് ഡ്രിൽ ചെയ്തിരുന്നോ? കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടികൾക്ക് ശേഷം ശക്തമായി ചോദിക്കപ്പെടുന്ന ഈ ചോദ്യങ്ങൾ ഇനി ഇത്തരം ഇവന്റുകൾ നടക്കുന്നതിന് മുൻപാണ് ഉറക്കെ ചോദിക്കപ്പെടേണ്ടത്. കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ അവർക്കായി പ്രത്യേക സുരക്ഷ ഒരുക്കണം. മുതിർന്ന പൗരന്മാരുടെ സൗകര്യം നോക്കണം. സ്ത്രീ സുരക്ഷ ശ്രദ്ധിക്കണം. ഇതൊന്നും പരിഗണിക്കാതെ എന്ത് ഇവന്റ്? വരുന്നവരുടെ സുരക്ഷയിൽ സംഘാടകരും സർക്കാരും ഉറപ്പായും ജാഗ്രത പുലർത്തണം. പക്ഷേ അത് സർക്കാരിന്റെയോ സംഘാടകരുടെയോ ഉത്തരവാദിത്തം മാത്രമായി കണ്ട് പുറത്തുനിന്ന് കുറ്റം പറഞ്ഞാൽ തീരുന്നതല്ല പ്രശ്നം. അതിന്റെ ഭാഗമാകുന്ന ഓരോ വ്യക്തിയിലും സുരക്ഷയുടെ പൊതുബോധം വേണം. ആഘോഷിക്കണം, ആനന്ദിക്കണം, അപായരഹിതമായി.